ഷനിൽകുമാർ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സജീവമായ ചർച്ചയായതാണ് ഈ വിഷയം. സംവിധാൻ ഖത്രെ മേ ഹേ എന്ന ക്യാമ്പയിനാണ് വലിയ തോതിൽ ഇന്ത്യ മുന്നണിക്ക് ഹിന്ദി ബെൽറ്റിൽ ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും ഒക്കെ മേൽക്കൈ അല്ലെങ്കിൽ കൂടുതൽ സീറ്റുകൾ നേടിക്കൊടുക്കാൻ ഇടയാക്കിയത് തന്നെ ദളിതരും ന്യൂനപക്ഷങ്ങളും ഒക്കെ സംവിധാൻ മാറ്റിയെഴുതുമോ എന്ന് ഭയപ്പെട്ടതായിരുന്നു. വീണ്ടും അതേ ഒരു ലൈനിലേക്ക് പോകുന്നു സർക്കാർ എന്ന് വിചാരിക്കണോ, അല്ലെങ്കിൽ BJP എന്ന് വിചാരിക്കണോ, അതോ ഇത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള ചില അസഹിഷ്ണുതാ പ്രസ്താവനകളുടെ ഭാഗമായി കാണണോ? ബഹുമാനപ്പെട്ട രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസ് തന്നെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർക്ക് നൽകിയ മറുപടിയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറുപടി. RSSന്റെ സെക്രട്ടറി ആയിട്ടുള്ള ദത്താത്രേയ ഹോസ്ബുലേക്കും നൽകാനുള്ളത്. കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഭരണഘടന ഭേദഗതി ചെയ്യുമ്പോൾ അതിന്റെ മൂലാധാരങ്ങളായിട്ടുള്ള മൗലിക തത്വങ്ങളെ ഭേദഗതി ചെയ്യാനാവില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കൃത്യമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് തന്നെ ഉപരാഷ്ട്രപതിക്ക് മറുപടി കൊടുക്കുന്നത്. ഭരണഘടനയാണ് സർവോപരി ഏറ്റവും ഉപരിയായി നിൽക്കുന്നത്, പാർലമെന്റ് അല്ല. ഭരണഘടനയ്ക്ക് കീഴിലുള്ള പല തൂണുകളുണ്ട്, അതിൽ ഒരു തൂണ് മാത്രമാണ് പാർലമെന്റ്. എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും അതിന്റെ ഭാഗമാണ്. ഇതൊക്കെല്ലാം മേലിൽ ആരെവിടെ വന്നാലും അതിന്റെ മേലാണ് ഭരണഘടന. ആ ഭരണഘടനയ്ക്ക് മൗലിക തത്വങ്ങളുണ്ട്. ആ മൗലിക തത്വങ്ങൾ അതിന്റെ ബേസിക് സ്ട്രക്ചർ തിയറിയിൽ കേശവാനന്ദ ഭാരതി കേസ് ഭേദഗതി ചെയ്യത്തോടും ഒരു ലാർജർ ബെഞ്ച് ഉണ്ടാക്കണമെന്നായിരുന്നു ഉപരാഷ്ട്രപതി ധൻഖർ 1.5 കൊല്ലം മുമ്പ് ആവശ്യപ്പെട്ടിരുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന് അത് ചൂണ്ടിക്കാട്ടാൻ ധൈര്യമില്ല. കാരണം സുപ്രീം കോടതിയിലെ ഇന്നത്തെ ഘടന അതനുസരിച്ച് അദ്ദേഹത്തിന് അതിന് ധൈര്യമില്ല. ഗവർണറുടെ വിഷയത്തിലടക്കം പല വിധികളും വന്നു കഴിഞ്ഞു. സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് RSSന്റെ നേതാവ് ഇപ്രകാരം ഒരു ദുർബലമായ പ്രതികരണം നടത്തിയിട്ടുള്ളത്. സോഷ്യലിസം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഭാഗമാണെങ്കിലും കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുമ്പോഴും BJP ഇന്ത്യ ഭരിക്കുമ്പോഴും സോഷ്യലിസം എന്ന ആശയത്തോട് കൂറു പുലർത്തിക്കൊണ്ടുള്ള ഭരണ നടപടികൾ ഉണ്ടാകുന്നില്ല. അത് ഭരണഘടനയിൽ ഏട്ടിലെ പശുവായി അവശേഷിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. മതേതരത്വത്തിന്റെ കാര്യത്തിൽ കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിരുന്നപ്പോൾ കൃത്യമായ അതിനോടുള്ള ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള നിലപാടുകൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. BJP ആവട്ടെ അത് മതരാഷ്ട്രത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കുകയാണ്. അതിന്റെ ഭാഗമാണ് ഈ നീക്കങ്ങൾ. അപ്പൊ ഇതിനെ ദുർബലപ്പെടുത്തുകയോ അതിൽ വെള്ളം ചേർക്കുകയോ ചെയ്ത കോൺഗ്രസിന്റെ സമീപനത്തോടും ഒരു മറയുമില്ലാതെ വന്നും കടന്നാക്രമിക്കുന്ന BJPയുടെ നയത്തോടും യോജിക്കാനാവില്ല. ഈ രണ്ട് ശക്തികളും ഇക്കാര്യത്തിൽ വഞ്ചനയാണ് രാജ്യത്തോട് കാണിക്കുന്നത്, ഭരണഘടനയോട് കാണിക്കുന്നത്. ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ജനത പോരാട്ടം നടത്തുന്നത്. വളരെയധികം നന്ദി ശ്രീ കെ അനിൽകുമാർ സംസാരിച്ചതിന്. എന്തായാലും വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട് ഇപ്പോൾ ദത്താത്രേയ ഹോസബല്ലയുടെ ഈ പ്രതികരണം. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് ഒരിക്കൽ കൂടി കേൾക്കാം. तो इन 2 शब्दों को प्रस्तावना में जोड़ा, बाद में इसको निकालने के प्रयत्न हुआ नहीं है. चर्चा हुई, दोनों प्रकार के आर्गुमेंट्स हुए, तो क्या वो रहनी चाहिए प्रस्तावना में? ये विचार होना चाहिए. क्योंकि मैं जानता हूं संविधान के निर्माता डॉक्टर बाबा साहेब अम्बेडकर जी के नाम जिस भवन पर है, उसमें मैं खड़े होकर बता रहा हूं, ये बाबा साहेब अम्बेडकर ने जो संविधान बनाया था उसके प्रस्तावना में ये 2 शब्द नहीं थे. വലിയ വിവാദമാവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് നേതാക്കൾ ജയറാം രമേശ് അടക്കം ഈ വിഷയം എടുത്തു കഴിഞ്ഞു. സംവിധാനത്തെ അല്ലെങ്കിൽ ഭരണഘടനയെ ഇല്ലാതാക്കാനാണ് BJPയുടെയും RSSന്റെയും ശ്രമം എന്നുള്ളത് കോൺഗ്രസിന്റെ ക്യാമ്പയിനാണ്. അതിന് കരുത്തു പകരുന്ന അല്ലെങ്കിൽ അതിന് ഇന്ധനം പകരുന്നതാണ് ദത്താത്രേയ ഹോസബല്ലയുടെ ഈ പരാമർശം.